മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. 9 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താനാകാത്ത വാണിയമ്പലം ടൗൺ സ്ക്വയർ വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി സിപിഎം. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പൊതുസമ്പത്ത് തോന്നിയ പോലെ ഉപയോഗിച്ചതിന്റെ പ്രധാന ഉത്തരവാദി അന്നത്തെ ടൂറിസം മന്ത്രി കൂടിയായിരുന്ന എ.പി. അനിൽകുമാർ എംഎൽഎ ആണെന്ന് സിപിഎം നേതാക്കൾ ആരോപിച്ചു. എംഎൽഎയെ അനുകൂലിക്കുന്നവർ പോലും ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ടെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നടപ്പിലാക്കിയ കിഴക്കൻ ഇടനാഴി പദ്ധതിയുടെ ഭാഗമായാണ് വണ്ടൂർ പഞ്ചായത്തിൽ ഇരട്ട ടൗൺ സ്ക്വയറുകൾ സ്ഥാപിച്ചത്. വണ്ടൂർ ടൌണിലെ ടൌൺ സ്ക്വയർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 4.5 കോടി രൂപ ചെലവിൽ ഒരേക്കർ സ്ഥലത്ത് നിർമ്മിച്ച വാണിയമ്പലത്തെ ടൌൺ സ്ക്വയർ 9 വർഷം പിന്നിട്ടിട്ടും നോക്കുകുത്തിയാണ്. 4.5 കോടി രൂപയുടെ ചെലവ് പറയുമ്പോഴും 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി പോലും അവിടെ നടന്നിട്ടില്ലെന്ന് സിപിഎം നേതാവും CITU ഏരിയ സെക്രട്ടറിയുമായ KT മുഹമ്മദ് അലി ആരോപിച്ചു. ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് രേഖകൾ പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് നിർമ്മാണം കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് 2014 ബോർഡ് തീരുമാനം എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ മലപ്പുറത്ത് പോയിട്ട് DTPCയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ 2011 കരാർ പ്രകാരം പഞ്ചായത്തിലേക്ക് അത് തിരിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെന്റെ പൊതുസ്ഥലത്ത് വിനിയോഗിക്കുന്നതിന് വേണ്ടി നിയമം പാലിച്ചില്ല എന്നുള്ള തെറ്റൊന്ന്. രണ്ടാമത്തെ തെറ്റ്, 4.5 കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ 1 കോടി രൂപയുടെ നിർമ്മാണം പോലും നടന്നിട്ടില്ല. അതിൽ പറയുന്നത് അത് പാർക്കാണ്, സാധാരണ ഒരു നിർമ്മാണമല്ല. ആ പാർക്കിലൊരു ആർട്ട് വാളുണ്ട്, അതിന് മൂല്യം കണക്കാക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയും ചെലവുണ്ട്. അത്രയും കലാശില്പങ്ങൾ പതിച്ചിട്ടുള്ളൊരു ചുമരാണ് വന്നിട്ടുണ്ട്. ഒരു ചുമര് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് അതിൻ്റെ അവസ്ഥ? നല്ലൊരു മതിലുമായൊരു ചെറിയൊരു മതിലവിടെ കാണാനുണ്ട്. മറ്റൊന്ന് ടോയ്ലറ്റ് ആണെങ്കിൽ വാണിയമ്പലത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പുറത്തുനിന്നുള്ള ആളുകൾ സഞ്ചാരമുള്ള സ്ഥലമാണ് വാണിയമ്പലം. റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കാരണം അവിടുത്തെ ആളുകൾക്ക് കൂടി ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിന്നത്. ഇപ്പോൾ സ്ത്രീകൾക്കടക്കം ഒരു ടോയ്ലറ്റ് സൗകര്യം പഞ്ചായത്ത് ഇതിലും വന്നിട്ടില്ല. മറ്റുള്ള രീതിയിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രയാസം ആ രീതിയിൽ അനുഭവിക്കുക. മറ്റൊന്ന്, വലിയ വില പിടിപ്പുള്ള ഫർഗോള എന്ന് പറയുന്ന ഗ്ലാസിന്റെ റൂഫ് വെക്കുന്ന രീതിയിലുള്ള സ്ഥാപനം ഒരു സൗധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് മുതൽ ഇതുവരെ 8 കൊല്ലമായിട്ട് വെയിലും മഴയും കൊണ്ട് ദ്രവിച്ച് പൊളിഞ്ഞാടാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ. മറ്റൊന്ന്, കറണ്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് കറണ്ട് കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് രാത്രി ആയാലും അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഗേലിയാണ്. അവിടെ വിദ്യാർത്ഥികളുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന യാത്രക്കാർ ഒക്കെ ഈ വിരുദ്ധരായ ആളുകളുടെ ഇരുട്ട് തപ്പിപ്പോകണം. അങ്ങനെ വിവിധ പ്രയാസങ്ങൾ ആ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പൊതുസമ്പത്ത് ഈ രീതിയിൽ തോന്നിയാസം ചെയ്യുന്നതിന് മെയിൻ ഉത്തരവാദി MLA ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉറപ്പ്. കാരണം MLA ഒരു സർക്കാർ പണ്ട് നമ്മൾ ഒരു കുടിവെള്ളത്തിൻ്റെ ടാങ്ക് പോലും നമ്മൾ വെക്കുമ്പോൾ പഞ്ചായത്ത് ഒരു 1,50,000 രൂപയുടെ പദ്ധതിയാണെങ്കിൽ പോലും ഈ ഭൂമിയുടെ ഉടമയുടെ കൺസെൻറ്റ് വാങ്ങണം ആ ടാങ്ക് അവിടെ സ്ഥാപിക്കണമെങ്കിൽ. ഇത് 4.5 കോടി രൂപയുടെ ഒരു പദ്ധതി ഭൂമിയിൽ നടപ്പാക്കിയിട്ട് പഞ്ചായത്തിൻ്റെതോ അല്ലെങ്കിൽ അതിൻ്റെ ഭൂമിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതം കിട്ടാത്തതാണിപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നതിനും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനും ഇപ്പോൾ തടസ്സമെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ടൌൺ സ്ക്വയർ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ പ്രധാന താവളമാണ്. വിഷയത്തിൽ സിപിഎം തുടക്കം മുതൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. വീണ്ടും പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങാൻ കാരണം ഒടുവിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ നിർമ്മാണത്തിനായി ചെലവിട്ട 4.5 കോടി രൂപയും ജീവനക്കാരുടെ വേതനവും സർക്കാരിലേക്ക് അടയ്ക്കാതെ അതിൽ തൊടാൻ പോലും പറ്റില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും KT മുഹമ്മദ് അലി പറഞ്ഞു. ഏറ്റവും അവസാനം ഞങ്ങളിപ്പോൾ വീണ്ടും പ്രതികരിക്കാൻ തുടങ്ങാനുള്ള ഒരു കാരണം, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഇതിലടക്കമൊക്കെ പറഞ്ഞിരുന്നത്, ആദ്യം അവിടെ ക്ലീനിങ്ങിനുള്ള മെയിൻ്റനൻസിന് ജീവനക്കാരായിട്ട് 5 ആളുകളുണ്ട്. അവർക്ക് 8 കൊല്ലമായിട്ട് ശമ്പളം കൊടുത്തത് ഇപ്പോൾ 22 ലക്ഷം രൂപയാണ്. അത് തന്നാൽ DTPC പഞ്ചായത്തിനെ ഏൽപ്പിക്കാൻ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് 4.5 കോടി രൂപ സർക്കാരിൽ അടക്കാതെ പഞ്ചായത്ത് അതിന് തൊടാൻ അധികാരമല്ല എന്നുള്ളതൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ്. ആ അറിയിപ്പ് കിട്ടിയപ്പോഴാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ കബളിപ്പിക്കലാണ്, ഇനി ഇതിന് പ്രത്യക്ഷ സമരം നടത്തി അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താതെ
മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തണമെങ്കിൽ അത്തരം മാർഗമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ CPM വാണിയമ്പലം ലോക്കൽ കമ്മിറ്റി ഇത്തരമൊരു സമര പരിപാടിക്ക് പുറത്തിറങ്ങാൻ കാരണം. വിഷയത്തിൽ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും CPM നേതാക്കൾ പറഞ്ഞു. വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി TP ഇബ്രാഹിം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ O നൌഷാദ്, AK ബിനീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.